എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനം പൊന്തി കിടക്കും? ഏകദേശം 30% പൊന്തി കിടക്കും. ബാക്കി 70% വെള്ളത്തിന്റെ താഴെ സംശയിക്കാത്ത കാര്യമല്ല. അതെന്താ മീൻ ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈറ്റാനിക് കപ്പല് തകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കപ്പിത്താൻ മറ്റേ ബൈനാക്കുലറിൽ ഇവിടെ നോക്കിയപ്പോ വെള്ളത്തിന്റെ മുകളിൽ വരും 70% മുകളിലും അതൊക്കെ ഈ കപ്പൽ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ധൈര്യമായിട്ട് പിടിച്ചു. പക്ഷെ ഒരു ഭീമാകാരമായിട്ട് ഒരു ഐസ് ക്യൂബ് ആയിരുന്നു അത്. അതിന്റെ 70% താഴെ അങ്ങനെ ആ കപ്പൽ തകർന്നു പോയിരുന്നു. അറിയാം. അപ്പൊ ഇങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിയെടുക്കുക. പക്ഷെ നമ്മുടെ സെയിൽസ് മാർക്കറ്റിംഗിൽ വരുമ്പോൾ അതിനെന്താ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരുന്നത് അറിയോ? അതായത് 30% ആക്ഷൻ, 70% എന്താണ് പ്ലാനിങ്. 70% പ്ലാനിങ്, 30% ആക്ഷൻ. പ്ലാനിങ് ഉണ്ടെങ്കിൽ ആക്ഷൻ സക്സസ് ആവും. പ്ലാനിങ് ഇല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാവും. അതിന് മലയാളത്തിൽ ചൊല്ലി പറയും, അരങ്ങത്ത് ശോഭിക്കണമെങ്കിൽ അണിയറയിൽ പ്രാക്ടീസ് ചെയ്യണം. അരങ്ങത്ത് ശോഭിക്കണമെങ്കിൽ അണിയറയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ കിടന്ന് 6 അടിക്കുന്നു, 4 അടിക്കുന്നു, അടിപൊളി പരിപാടി. പക്ഷെ ആ മനുഷ്യൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യണമെന്നറിയോ? 16 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ക്രീസിൽ കിടന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് വേണ്ടത് സെയിൽസ് ആണ്, അല്ലെ? 30% നമ്മുടെ സെയിൽസ് കിട്ടുന്നത്. പക്ഷേ അതിന്റെ താഴെ കാണുന്ന 70% മാർക്കറ്റിംഗ്. നമ്മള് സാധാരണ പറയുന്ന ചൊല്ലുണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അല്ലെ? അത് തെറ്റാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആദ്യം എന്താണ്? സെയിൽസ് ആണ് ഉണ്ടാവുന്നത്. മാർക്കറ്റ് ചെയ്തതിന്റെ